ഹരേ കൃഷ്ണ. എല്ലാവരെയും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരിഃ ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫല സർവസിദ്ധാന്തരത്നാഢ്യ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്തോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. മന്നിസ്താരകമദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് എന്തോ ഒരു ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ടായെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരെയും നമുക്ക് ഒരിക്കൽ കൂടി ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ മൂന്നാമത്തെ സ്കന്ധത്തില് 5-ാം അധ്യായത്തിലെ 39-ാമത് ശ്ലോകം മുതൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് ദേവീദേവന്മാര് ഭഗവാൻ കാരണോദകശായി വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഇത്. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ഇവിടെ ദേവന്മാര് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദം എത്രമാത്രം മഹത്തരമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നേരത്തെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്.
പ്രാർത്ഥന എന്ന് പറയുന്നത് 4 ഭാഗങ്ങൾ അടങ്ങിയതായിരിക്കണം. എപ്പോഴും ഭഗവാനെ ആദ്യം ഗ്ലോറിഫൈ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മൾ ഏത് പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഭഗവാനെ ആദ്യം ഗ്ലോറിഫൈ ചെയ്യുന്നത് കാണാം. നമ്മളും ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ശ്ലോകങ്ങൾ സാധിക്കുമെങ്കിൽ സംസ്കൃത ശ്ലോകത്തോടു കൂടി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാം. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയെ. സോ അങ്ങനെ മുതലായ ധാരാളം ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഭാഷയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാം. അങ്ങ് എത്ര കരുണാമയനാണ്. സോ മുതലായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വളരെ അങ്ങയുടെ മുൻപിൽ വളരെ താഴ്ന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള ഭാവത്തിൽ നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്. മൂന്നാമത് നമ്മൾ ഭഗവാനോട് ക്ഷമയാചിക്കണം. ക്ഷമയാചിക്കേണ്ടത് എന്തിനാണ്? ഇത്രയും കാലം ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ അങ്ങയിൽ നിന്ന് ദൂരെ നിൽക്കുകയാണ്. സോ ഇപ്പോഴാണ് അങ്ങയുടെ അടുത്തേക്ക് വരാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ ഉദ്ഭവിച്ചത്. സോ ഇത്രയും കാലം വൈകിയതിന് അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. അതുപോലെ തന്നെ ഞാൻ വളരെ ഒരു പാപിയായ വ്യക്തിയാണ് എന്ന രീതിയിലുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യുക. നാലാമത് വേണം നമ്മളുടെ ആവശ്യം ഭഗവാന്റെ അടുത്ത് വയ്ക്കാൻ. ഇവൻ ഭൗതികപരമായ ആഗ്രഹങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അകാമോ സർവകാമോ വാ മോക്ഷകാമ ഉദാരത്തി. ഇപ്പൊ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതെയാണെങ്കിലും അല്ലെങ്കിൽ നിറയെ ആഗ്രഹങ്ങളോട് കൂടിയാണെങ്കിലും മോക്ഷം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഭഗവാന്റെ അടുത്ത് നമുക്കത് ആഗ്രഹം പ്രകടിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു ഭക്തൻ എന്ന നിലയിൽ ഒരു ഭക്തന് യാതൊരുവിധമായ ഭൗതികപരമായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആധ്യാത്മികപരമായ ആഗ്രഹങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അതും ഭഗവത് ധാമിലെത്തുകയോ അല്ലെങ്കിൽ ഭഗവത് സേവനത്തിൽ നിരതനാകാനുള്ള സൗഭാഗ്യം നൽകണമേ എന്ന പ്രാർത്ഥനയും ആ ആഗ്രഹങ്ങൾ നമുക്ക് ഭഗവാന്റെ മുൻപിൽ വയ്ക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവന്മാര് ഭഗവാനെ പ്രണമിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ അവിടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് തന്നെ ആരംഭിക്കുകയാണ്. നമുക്ക് നോക്കാം ശ്രീമദ് ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധം അധ്യായം 5 39-ാമത് ശ്ലോകം മുതൽ 39 മുതൽ 51-ാമത് ശ്ലോകം വരെ ദേവന്മാരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതിൽ 39 മുതൽ 43 വരെയുള്ള ഈ പറഞ്ഞ 4 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ മഹത്വത്തെ കുറിച്ചിട്ട് ദേവന്മാര് പറയുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ദേവന്മാര് പറയുന്നത്. ദേവാഊചോ നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാദപത്രം യന്മൂലകേതായതയോളജ്ഞരസോരു സംസാര ദുഃഖം ബഹിരുച്ഛിവന്തേ. ദേവ ഊച്ചു നമാമതേ ദേവ പദാരവിന്ദം. ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിലേക്ക് നമസ്കാരം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പ്രണാമം അർപ്പിക്കുന്നു. നമാമതേ ദേവ പദാരവിന്ദം പ്രപന്നതാപോപ ശമാദപത്രം. സോ ഭഗവാന്റെ ആ പാതാരവിന്ദം എന്ന് പറയുന്നത് ഒരു കുട പോലെ ആണ്. യന്മൂലകേത യഥയോള സോരു സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. വിവർത്തന ഭാവാർത്ഥം ശിലപ്രഭുപാദരുടെ ശിലപ്രഭുപാദ് കി ജയ്. ദേവന്മാർ പറഞ്ഞു, അങ്ങയുടെ പാതാരവിന്ദം അഭയാത്മാക്കൾക്ക് അവരെ ഭൗതിക അസ്തിത്വത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കുട പോലെയാകുന്നു. എല്ലാ മുനിമാരും ആ അഭയത്തിൻ കീഴിൽ തങ്ങളുടെ എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളും എറിഞ്ഞു കളയുന്നു. ആകയാൽ ഞങ്ങൾ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഞങ്ങളുടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന. നോക്കുക എങ്ങനെയാണ് ദേവന്മാര് ഭഗവാനെ അവിടെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണോദകശായ വിഷ്ണുവിന് മുൻപിൽ ചെന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ പാതാരവിന്ദം അഭയാത്മാക്കൾക്ക് അവരെ
ഭൗതിക അസ്തിത്വത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കുട പോലെയാകുന്നു. ആ കുട എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ രാവിലെ മംഗളാരതി ചൊല്ലുമ്പോൾ സംസാരധാവ നലലിഠലോക ത്രണയ കാരുണ്യ ഘണഘണാത്വം. അത് ഗുരുവിന്റെ കൃപ ഒരു എന്താ പറയാ മഴ പോലെ പെയ്യുവാണെങ്കിൽ ആ കാട്ടുതീയില്, സംസാര സാഗരം എന്ന് പറയുന്ന കാട്ടുതീയാണ്. അപ്പൊ കാട്ടുതീയില് ആ മഴ പെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ രക്ഷയുള്ളൂ. ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദം എന്ന് പറയുന്നത് ഒരു കുട പോലെയാണ്. സംസാരത്തിലെ ഈ ദുഃഖങ്ങളെ എല്ലാം അകറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു കുട പോലെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ മുനിമാരും ആ അഭയത്തിൻ കീഴിൽ തങ്ങളുടെ എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളും എറിഞ്ഞു കളയുന്നു. ആകയാൽ ഞങ്ങൾ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഞങ്ങളുടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പോ ആ ദേവീദേവന്മാരും അതുപോലെ തുല്യ ദുഃഖിതരാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കും ഇതുപോലെ തന്നെയുള്ള ഭൗതികപരമായ പല ദുഃഖങ്ങളും അവരും നേരിടേണ്ടതായിട്ട് വരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ദേവീദേവന്മാര് അമരന്മാരാണ്, ദേവീദേവന്മാരെല്ലാം സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ്. യെസ്, ഭൗതികമായി, അല്ലെങ്കിൽ ഭൗതികം ഇൻ ദ സെൻസ് അവരും ഭൗതിക ലോകത്തിൽ തന്നെ ഉള്ളവരാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സുഖങ്ങളെക്കാൾ ഒരുപക്ഷെ കുറച്ച് കൂടിയ സുഖങ്ങൾ അവർക്കുണ്ടാകാം. പക്ഷെ ദുഃഖങ്ങളും അതുപോലെ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുശ്ല പ്രഭു അതിന്റെ ഭാവാർത്ഥത്തിലേക്ക് കിടക്കാം. ഭാവാർത്ഥം ആർക്കെങ്കിലും വായിക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോട്ടെ മാതാജി. ഭാവാർത്ഥം: പുനർജന്മത്തെയും മറ്റെല്ലാ ഭൗതിക ദുഃഖങ്ങളെയും വിജയിക്കാൻ പരിശ്രമം ചെയ്യുന്ന ധാരാളം മഹർഷിമാരും സന്യാസിമാരുമുണ്ട്. അവരിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവർക്കെല്ലാം തങ്ങളുടെ അത്തരം ദുഃഖങ്ങൾ മുഴുവനും നിഷ്പ്രയാസം വലിച്ചെറിയാം. വിവിധ രീതികളിലുള്ള അതീന്ദ്രിയ പ്രവൃത്തികൾ ഏർപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ ദുഷ്കരമാണ്. അവർ ഭഗവത് പാതാരവിന്ദങ്ങളുടെ അഭയം സ്വീകരിക്കാതെ തന്നെ തങ്ങൾ മുക്തരാണെന്ന് കൃത്രിമമായി വിചാരിക്കുന്നു. പക്ഷെ അത് സാധ്യമല്ല. അത്തരം കൃത്രിമ വിചാരക്കാർ അവർ എത്രയൊക്കെ കഠിന തപസ്സുകളും വ്രതാനുഷ്ഠാനങ്ങളും പാലിക്കുന്ന വിരക്തരാണെങ്കിൽ പോലും വീണ്ടും ഭൗതിക അസ്തിത്വത്തിൽ വീഴുക തന്നെ ചെയ്യും. വേദവിജ്ഞാനികൾ മാത്രമല്ല, ഭൂത വർത്തമാന ഭാവികളുടെ ദൃഷ്ടാക്കൾ കൂടിയായ ദേവന്മാരുടെ അഭിപ്രായം ഇതാണ്. ഭൗതിക കാര്യങ്ങളിലെ ഭരണനിർവഹണത്തിന്റെ അംഗീകൃത ചുമതലക്കാരായ ദേവന്മാരുടെ അഭിപ്രായം മൂല്യമുള്ളതാണ്. അവർ ഭഗവാനാൽ നിയമിക്കപ്പെട്ട ഭഗവാന്റെ വിശ്വസ്ത സേവകരാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഒരു ലൈൻ, നമുക്ക് രണ്ടാമത്തെ ലൈൻ, പ്രപന്ന താപോപശമാത പത്രം. അപ്പൊ അത് ഭഗവാന്റെ ആ ഒരു പാതാരവിന്ദങ്ങൾ എന്ന് പറയുന്നത് ഒരു കുട പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഈ ദുഃഖങ്ങളിൽ നിന്ന്. സോ അവിടേക്ക് മുനിമാരെല്ലാവരും, ഇപ്പോഴെന്താ പറയുക, എല്ലാ മുനിമാരും ആ അഭയത്തിൻ കീഴിൽ തങ്ങളുടെ എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളും എറിഞ്ഞു കളയുന്നു. ശ്രീല പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത് മുനിമാർക്ക് അത് സാധ്യമാണ്, എന്നാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് സാധ്യമല്ല എന്ന് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? അവരിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവർക്കെല്ലാം തങ്ങളുടെ അത്തരം ദുഃഖങ്ങൾ മുഴുവനും നിഷ്പ്രയാസം വലിച്ചെറിയാം. ആർക്ക്? പുനർജന്മത്തെയും മറ്റെല്ലാ ഭൗതിക ദുഃഖങ്ങളെയും വിജയിക്കാൻ പരിശ്രമം ചെയ്യുന്ന ധാരാളം മഹർഷിമാരും സന്യാസിമാരുമുണ്ട്. അവരിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവർക്ക്, അപ്പൊ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഭൗതികപരമായ ദുഃഖങ്ങൾ, ഈ താപത്രയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആധി ആത്മിക്, ആധി ഭൗതിക്, ആധി ദൈവിക് എന്ന് പറയുന്ന ഈ താപത്രയങ്ങളെ വലിച്ചെറിയണമെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ അല്ലാത്തവർക്ക് അതിന് സാധിക്കുകയില്ല എന്നും ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നു. എന്താണ് പറയുന്നത്? വിവിധ രീതിയിലുള്ള അതീന്ദ്രിയ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ ദുഷ്കരമാണ്.
അവർ ഭഗവത് പാതാരവിന്ദങ്ങളുടെ അഭയം സ്വീകരിക്കാതെ തന്നെ തങ്ങൾ മുക്തർ ആണെന്ന് കൃത്രിമമായി വിചാരിക്കുന്നു. സോ അതാണ് അതിന്റെ. അപ്പം ആ ഭാഗം പറയുന്നതുകൊണ്ട് എന്താ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ മാത്രമാണ് മുക്തി ലഭിക്കുന്നതിനുള്ള ഏക മാർഗം എന്ന് നമുക്ക് അതിൽ നിന്ന് സ്പഷ്ടമാക്കും. കാരണം മറ്റുള്ളവര് അങ്ങനെ വിചാരിക്കുന്നത് കൃത്രിമമായിട്ടാണ് എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. പക്ഷെ അത് സാധ്യമല്ല. അത് കൃത്രിമ വിചാരക്കാർ അവർ എത്രയൊക്കെ കഠിന തപസ്സുകളും വ്രതാനുഷ്ഠാനങ്ങളും പാലിക്കുന്ന വിരക്തരാണെങ്കിലും പോലും വീണ്ടും ഭൗതിക അസ്തിത്വത്തിൽ വീഴുക തന്നെ ചെയ്യും. എങ്ങനെയാണെങ്കിൽ അവർ ഒരുപാട് കഠിനമായ തപസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എങ്കിലും അവര് ഈ ഭൗതിക അസ്തിത്വത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ എങ്ങനെയല്ല എങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അവര് ആശ്രയം എടുത്തിട്ടില്ല എങ്കിൽ എന്ന് അവിടെ സ്പഷ്ടമായിട്ട് പറയുന്നു. അപ്പൊ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പല രീതിയിൽ അല്ലെങ്കിൽ പലതിനോടും നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പറയാമോ വേറെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വേറെ എന്തെങ്കിലുമായിട്ട് ഉപയോഗിച്ചായിട്ട് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഭഗവാന്റെ പാദം ആർക്കും ഓർക്കാൻ സാധിക്കുന്നില്ല? പ്രണാമം. പറഞ്ഞിട്ട് മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ വേറെ എന്തെങ്കിലും ഇതിനോട് ഉപമിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു? ശൂദ്രര് ഭഗവാന്റെ പാദങ്ങളിലല്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേട്ടു മാതാജി. അതായത് ശൂദ്രര് ഭഗവാന്റെ പാദമായിട്ട് അതായത് യെസ് ആ ഒരു ഉപമയുണ്ട്. ഓക്കെ. boat for crossing our material existence. യെസ്, യെസ് കറക്റ്റ്. അതാണ് ഏതൊരു ഈ ഭൗതിക പ്രപഞ്ചത്തിനെ മറികടക്കാൻ ഉതകുന്നതായ ഒരു ബോട്ട് നമുക്ക് ആശ്രയം എടുക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ്. അതിൽ കൂടി നമുക്ക് ഈ ഭൗതിക സാഗരത്തിനെ മറികടക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. യെസ്. ഗംഗാനാഥ് പ്രഭു എന്താ പറയാൻ വന്ന പ്രഭു? ഓരോരുത്തരും പറയുക. കൈ ഉയർത്തിയാല് ഗുരുദേവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാദത്തെ ഗുരുദേവനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഒന്നുകൂടെ പറയാനായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട്. ഗുരുദേവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണെന്ന് പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവൻ യഥാർത്ഥത്തില് ഗുരുവിനെ ആശ്രയിക്കുന്നതിന് തുല്യം. ഗുരുവിനെ ആശ്രയിക്കുന്നവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നതിന് തുല്യം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഫൈൻ. ഓക്കെ. അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കുളിർമയേകുന്ന ഒരു സ്ഥലമാണ്. സംസാര സാഗരത്തിലെ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന ചൂടില്, ഇത്രയും വലിയ ചൂടില് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഒരുവന് ഏറ്റവും ശാന്തവും അല്ലെങ്കിൽ ഏറ്റവും സമാധാനവും ഏറ്റവും ശീതളവുമായ ഒരു സ്ഥലമാണ് ഭഗവാന്റെ പാതാരവിന്ദം. അതുപോലെ ഇപ്പം ദിവ്യശ്രീ മാതാജി പറഞ്ഞതുപോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്. സമാശ്രിതയെ പാദപല്ലവപ്ലവം മഹത്പദം പുണ്യ യശോ മുരാരി. ഭഗവാന്റെ ആ മുരാരിയിൽ ശരണം പ്രാപിക്കുന്ന ഒരുവന് ഇതിനെ മറികടക്കാൻ ഒരു പ്രയാസവുമില്ല. എന്താണ്? ഭവാംബുദുർ വത്സ പദം പരം പദം 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 യത് വിപതം നദേശാം. അങ്ങനെ ആശ്രയം എടുക്കാത്ത ഒരുവന് ഇവിടെ ഓരോ സ്റ്റെപ്പും ഡേഞ്ചറാണ്. ഏറ്റവും ദുഷ്കരമായിരിക്കും ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കാൻ. അല്ലാതെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാല് വെരി ഈസി. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിനെ മറികടക്കാൻ യാതൊരു വിധമായ പ്രയാസവും ഉണ്ടാവില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ദുഃഖങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ഈ ദുഃഖങ്ങൾക്കുള്ള കാരണം എന്താണ്? ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കുള്ള കാരണം എന്താണ്? പറയാം ആർക്കെങ്കിലും? ഒരുപാട് ഭഗവാനെ സ്മരിക്കുന്നു. വെരി ഗുഡ്, നല്ലൊരു പോയിന്റ് ആണ്. ഭഗവാനെ മറക്കുന്നു. ഭഗവാനെ മറക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അജ്ഞതയാണ്. അജ്ഞതയാണ് ഈ പ്രപഞ്ചത്തിലെ ദുഃഖങ്ങൾക്കുള്ള എല്ലാത്തിൻ്റെയും കാരണം.
യെസ്, ഇതിപ്പോ പറഞ്ഞ പോയിന്റ് വളരെ വളരെ വിലപ്പെട്ടതാണ്. ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് അകന്ന് നമ്മൾ നിൽക്കുന്നു. അതാണ് ഈ പ്രപഞ്ചത്തിനെ, അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് അന്ധകാരമാണ് എന്ന് പറയപ്പെടുന്നു. അന്ധകാരമാണ്. അന്ധകാരം എന്ന് പറയുന്നത് അജ്ഞതയുടെ മറ്റൊരു പദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇവിടെ നമുക്ക് ദുഃഖത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ രസകരമായ മനോഹരമായ ഒരു ശ്ലോകമാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ടാണ് അവർ ആരംഭിക്കുന്നത്. ആദ്യം ഈ അടുത്ത 3-4 ശ്ലോകങ്ങളിൽ ഇതേ രീതിയിൽ തന്നെയാണ് ഭഗവാനെ പുകഴ്ത്തുകയാണ്. ഭഗവാന്റെ തീർച്ചയായിട്ടും ഒരു ഗ്ലോറിഫിക്കേഷൻ തന്നെയാണ്. ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഷെൽട്ടർ, നമുക്ക് ആശ്രയം എടുക്കാൻ പറ്റിയ ഒരു കുടയോട് അവർ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ നമുക്ക് കുട പിടിച്ചുകൊണ്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ മഴയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ദുഃഖങ്ങളുടെ അല്ലെങ്കിൽ അതികഠിനമായ ദുഃഖങ്ങൾ മഴ പോലെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുട പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ സാധിക്കുന്നു. അതാണ് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ശ്ലോകം 40 പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പോയിന്റ്? ഒരു പോയിന്റ് കൂടെ ചേർത്ത് പറയാമല്ലോ പ്രഭു. അതായത് മഴയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന താപത്രങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. ദുഃഖാലയം അശാശ്വതം. എങ്കിലും നമുക്ക് രക്ഷ നേടാൻ ഭഗവാന്റെ പാതാരബിന്ദങ്ങളായ കുടയിലെ താഴെ നിന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കറക്റ്റ് ആണ് പ്രഭു പറഞ്ഞത്. ഒരു പക്ഷേ നമുക്ക് മഴയെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷെ കുട കൊണ്ട് ആശ്രയം എടുക്കാം. അതുപോലെ ഭഗവാന്റെ ഈ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും അത് ആ ഒരു പോയിന്റ് പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഇതിനെല്ലാം മുകളിലാണ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, സാധാരണ പക്ഷികൾ മരങ്ങളുടെ അടിയിൽ അല്ലെങ്കിൽ കൂടുകളിൽ ചെന്ന് മഴയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അഭയം പ്രാപിക്കുമ്പോൾ ഒരു പരുന്ത് മഴയിൽ നിന്ന് രക്ഷ നേടുന്നത് മേഘങ്ങൾക്ക് മുകളിൽ കൂടി പറന്നിട്ടാണ്. കാർമേഘങ്ങൾക്ക് മുകളിൽ കൂടി പറന്നുകൊണ്ട് അവര് മഴയിൽ നിന്ന് രക്ഷ നേടുന്നു. സോ ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭഗവാനിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ബാധയല്ല. അവർക്ക് വരുന്ന ദുഃഖം പോലും അവർക്കൊരു പ്രശ്നമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു ആനന്ദ ആൾവാർ എന്ന് പറയുന്ന ആൾവാരുടെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് മരണം ഒരു പ്രശ്നമല്ല. മരണമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം കംപ്ലീറ്റ്ലി ഭഗവാനിൽ ശരണം പ്രാപിച്ചു. സോ ഇപ്പം പാമ്പ് കടിച്ചു, വിഷപ്പാമ്പാണ് എന്നെ കടിച്ചത് ഞാൻ ഇപ്പോൾ മരിച്ചോട്ടെ, അതല്ല മരിച്ചില്ല എങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം രണ്ടായാലും ഞാനും നീയും തമ്മിലുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ കാണുന്നത് എനിക്ക് നിന്നെ കാണാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ട് എനിക്കതൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ഭയമില്ല, മരണഭയം ഇല്ല അദ്ദേഹത്തിന്. ഭൗതിക പ്രപഞ്ചത്തിലെ ദുഃഖം തീർച്ചയായും ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് പ്രഭു പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. ഈ താപത്രയങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുട പിടിച്ചെങ്കിലേ നമ്മളെ സംബന്ധിച്ച് പറ്റുകയുള്ളൂ. അതിന് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സൊല്യൂഷൻ തന്നെയാണ്. എന്നാൽ ഒരു ഉത്തമ ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. അവർ ഓൾറെഡി പരുന്തിനെ പോലെ അവര് മേഘങ്ങൾക്ക് മുകളിൽ കൂടി പറക്കുന്നവരാണ്. അവർക്ക് ഇതിനും അതീതരാണ്. അവർക്ക് യാതൊരു വിധമായ ദുഃഖങ്ങളും അവർക്ക് ഏൽക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. താങ്ക് യു സോ മച്ച് ഗംഗാനാഥ്. പോയിന്റ് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഓക്കെ, നമുക്ക് 40-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ധാതയദസ്മിൻ ഭവയീഷ ജീവാസ് താപത്രയേണോപഹതാന ശർമ്മ ആത്മം ലഭന്തെ ഭഗവംസ്തവാഘ്രീ ഛായാം സവിദ്യാമതമാശ്രയേമയമാ. ഇവിടെ ആ താപത്രയത്തെ കുറിച്ചിട്ടും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്നതിനെ കുറിച്ചിട്ടും അവർ വീണ്ടും ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ഭഗവാനെ എന്താണ് അഡ്രസ് ചെയ്യുന്നത്? ഓ പിതാവേ, ധാത എന്നാണ് അവിടെ ഭഗവാനെ വിളിക്കുന്നത്. ഓ പിതാവേ, ഭഗവാനെ,
പരമദിവ്യോത്തമ പുരുഷ, ഭൗതിക ലോകത്തിലെ ജീവസത്തകളെല്ലാം ത്രിവിധ ദുഃഖങ്ങളാൽ വികാര വിക്ഷുബ്ധനാകയാൽ അവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ആകയാൽ അവർ ജ്ഞാനപൂർണമായ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളും അവയിൽ അഭയം തേടുന്നു. ദേവന്മാരിവിടെ നമ്മളുടെ കാര്യമാണ് പറയുന്നത്. ഭൗതിക ലോകത്തിലെ ജീവസത്തകൾ എല്ലാം ത്രിവിധ ദുഃഖങ്ങളാൽ വികാര വിക്ഷുബ്ധരാകയാൽ അവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മളുടെ വിചാരം അതാണോ? അല്ല. നമ്മളെപ്പോഴും വളരെ സന്തോഷവാന്മാരാണ്. യെസ്, അതൊരു പോസിറ്റീവ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് വേ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ യാഥാർത്ഥ്യം ഒരിക്കലും അതല്ല. നമ്മൾ ദുഃഖങ്ങൾ പേറി നടക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ജീവാത്മാക്കൾ എല്ലാവരും. ഇപ്പം ഗംഗാനാഥ് പ്രഭു മുമ്പ് പറഞ്ഞതുപോലെ ദുഃഖാലയം അശാശ്വതമാണ്. ദുഃഖത്തിന്റെ ആലയമാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. അങ്ങനെ ദുഃഖത്തിന്റെ ആലയമായ ഈ പ്രപഞ്ചത്തില് നമുക്കൊരിക്കലും സുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദേവന്മാർ പറയുകയാണ്, ഭൗതിക ലോകത്തിലെ ജീവസത്തകളെല്ലാം ത്രിവിധ ദുഃഖങ്ങളാൽ വികാര വിക്ഷുബ്ധരാകയാൽ അവർക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ത്രിവിധ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ. എന്താണ് ഈ ത്രിവിധ ദുഃഖങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം. താപത്രയം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ 3 ദുഃഖങ്ങൾ മാത്രമാണോ നമ്മളിവിടെ അനുഭവിക്കുന്നത്? അല്ല. വേറെ എന്തൊക്കെയാണ് ദുഃഖങ്ങൾ നമുക്കുള്ളത്? നമ്മുടെ കുറവുകൾ, പിന്നെ ഈ പറയുന്ന നിശ്ചിതമല്ലാത്ത 4 കാര്യങ്ങൾ, ഇതെല്ലാം ദുഃഖങ്ങൾ തന്നെ. ശാസ്ത്രപ്രകാരം കറക്റ്റ് ആണ് പ്രഭു പറഞ്ഞത്. ശാസ്ത്രപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് 7 തരത്തിലുള്ള ദുഃഖങ്ങളാണുള്ളത്. 7 തരത്തിലുള്ള ദുഃഖങ്ങൾ. ഈ താപത്രയം എന്ന് പറഞ്ഞ് മനസ്സിലായി. ആധി ആത്മിക്, ആധി ഭൗതിക്, ആധി ദൈവിക് എന്ന് പറയുന്ന 3 ദുഃഖങ്ങൾ അതുണ്ട്. അല്ലാതെ 7 ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മ, മൃത്യു, ജരാവ്യാധി. ഈ 7 ദുഃഖങ്ങളും പേറിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എത്രമാത്രം സന്തോഷിക്കാൻ സാധിക്കും? ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ, ഈ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു ദുഃഖമാണ് നമുക്ക്. ശരീരത്തില് അവിടെ ഇവിടെയും പല സ്ഥലങ്ങളിൽ വേദനകൾ അനുഭവപ്പെടുന്നുണ്ട്. ദുഃഖമാണ്. രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് നാമം ജപിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് ഒന്ന് വരുന്നത് തന്നെ ഒരു കഠിനമായ കാര്യമാണ്. കാരണം ഉറക്കം അതൊരു കഷ്ടതയാണ്. സോ ഇങ്ങനെ എത്രമാത്രം നമുക്ക് ദുഃഖങ്ങളാണ് നമ്മളുണ്ടാകുന്നത്. നമ്മൾ എത്രമാത്രം നമ്മൾക്ക് സുഖം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അത്രമാത്രം അതിനേക്കാൾ നമുക്ക് ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈവൻ സുഖം ലഭിക്കണമെങ്കിൽ തന്നെ നമ്മൾ ദുഃഖത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ക്ലിയർ ആകുമോ എന്ന് മനസ്സിലാവുന്നില്ല, അറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്, ദുഃഖം എത്രമാത്രം നമുക്ക് ദുഃഖമുണ്ടോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കും. അതായത് ഒരു ദിവസം കഠിനമായി അധ്വാനിച്ചു എന്ന് വിചാരിക്കുക. കഠിനമായി അധ്വാനിച്ച ഒരു ദിവസം, മേ ബി ലെറ്റ് us say നമുക്കൊരു ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ദിവസം. ഒന്നുകിൽ രഥയാത്ര, അല്ലെങ്കിൽ ജന്മാഷ്ടമി, അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമിന് നമ്മൾ സർവീസ് തന്നെ ചെയ്യുക. ആ സർവീസ് കഴിയുമ്പോഴത്തേക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനമായിട്ട് സേവനങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ടയർഡാണ്. അന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റും, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയും ടയർഡായിരുന്നുകൊണ്ട്. എന്നാൽ അത്രയും ടയർഡ് അല്ല എങ്കിൽ നമുക്കൊരു പക്ഷേ അത്ര സുഖമായ ഒരു ഉറക്കം കിട്ടത്തില്ല. കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ധാരാളം പൈസ സമ്പാദിക്കാൻ സാധിക്കും. അതികഠിനമായ ചൂട് അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് 11 മണിക്ക് 12 മണിക്ക് വെളിയിൽ ഒന്ന് പോയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നല്ല ഇളം തണുപ്പോട് കൂടിയ നല്ല ഒരു നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമുക്കതിന് അതിന് ഏറ്റവും ബെസ്റ്റ് സ്വാദ് നമുക്ക് അനുഭവപ്പെടാം. കാരണം എന്താണ്? ആ ചൂട് അത്രയും ദുഃഖമാണ് അത് അനുഭവിച്ചത് കൊണ്ട്. അപ്പൊ നമ്മൾ എത്ര കഠിനമായിട്ട് അധ്വാനിക്കുന്നു അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് സുഖം ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സുഖം എന്ന ഒരു തലം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളുടെയും സ്ഥിതി അത് തന്നെയാണ്. ആകയാൽ അവർ ജ്ഞാനപൂർണമായ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങളും അവയിൽ അഭയം തേടുന്നു.
സോ ദേ ആർ ഓൾസോ നോൺ ഡിഫറെന്റ്. അങ്ങനെ ദുഃഖിതരായ അവര്, മുമ്പ് നമ്മൾ കഴിഞ്ഞ ശ്ലോകം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ ദുഃഖത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അജ്ഞതയാന്ന് പറഞ്ഞു. അപ്പൊ അജ്ഞതയിൽ നിന്ന് മാറണമെങ്കിൽ അതിനാണ് ജ്ഞാനപൂർണമായ അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്നത്. ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനസമ്പൂർണമാണ്. ഗീതാ മഹാത്മ്യത്തില് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്ന 7 ഗീതാ മഹാത്മ്യ ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് വരുന്ന ഗംഗ. ആർക്കെങ്കിലും ആ ശ്ലോകം ഓർക്കാൻ സാധിക്കുന്ന? വാട്ട്സ് ദ ബിഗിനിങ്? എന്താണ് ശ്ലോകത്തിന് സ്റ്റാർട്ടിങ്? ഗീതാ സുഗീത കർത്തവ്യ കിമന്യശാസ്ത്രേ സ്വയം പത്മനാഭസ്യ ഗുണപത്മാവിനിശ്ചിത. അതല്ല, ഇതൊരു ശ്ലോകമാണ്. അതായത് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് വരുന്ന ഗംഗാ നദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാപം കഴുകാൻ പറ്റും. പിന്നെ ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന ഈ ഗീതയുടെ കാര്യം പറയേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഭഗവാന്റെ പാദവും മുഖവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നുവെച്ചാൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ടും ഒരേപോലെ നമുക്ക് കൃപ ചൊരിയുന്നത് തന്നെയാണ്. ഡിഫർ. രണ്ട് വ്യത്യസ്തമാണ് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു ഭക്തൻ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെയാണ് എപ്പോഴും ശരണം പ്രാപിക്കുന്നത്. അതാണ് ഇവിടെ ദേവന്മാർ ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് പാദം കഴുകി എന്ന മഹത്വമാണ് ഗംഗാ നദിക്ക് ആ പാപങ്ങളെ മുഴുവൻ കഴുകി കളയാനുള്ള ശക്തി ലഭിക്കുന്നത്. ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന ഗീതയ്ക്കും അതുപോലെ തന്നെ ശക്തിയുണ്ട്. ഹരികൃഷ്ണ പ്രഭു, ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്രാദ്യവിനിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മന വിദ്യത്തെ. അതാണോ? അതല്ലെന്ന് തോന്നുന്നു. ഭഗവത്ഗീത കിഞ്ചിത പീതാതല്ലേ? അല്ല, അത് ഭജഗോവിന്ദം, ഗീതാ ഗോവിന്ദ അല്ല, ഭജഗോവിന്ദത്തിൽ പറയുന്നതാണ്. അത് കുഴപ്പമില്ല. അതല്ലേ പ്രഭു? മലനിർമോർജനം പുംസാം ജലസ്നാനം ദിനേ ദിനേ. അത് ആ ശ്ലോകമാണ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മാതാജി. അപ്പോൾ അതിൽ പറയുന്നത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് വരുന്ന ആ ഗംഗയ്ക്ക് ഭഗവാന്റെ പാദം കഴുകി എന്ന മഹത്വം കൊണ്ട് നമ്മളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് വരുന്ന ഭഗവത്ഗീതയുടെ മഹത്വം എത്രമാത്രമാണ്. അപ്പൊ ഭഗവാന്റെ പാദവും മുഖവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ല അവിടെ പ്രതിപാദിക്കുന്നത്. പക്ഷെ അത്രമാത്രം പുണ്യമാണ് ഇത് രണ്ടും. നമുക്ക് ശ്ലോകം നമുക്കിവിടെ ഗ്രൂപ്പിൽ ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെ ശ്ലോകം. താങ്ക് യു സോ മച്ച്. സോ അപ്പൊ അങ്ങനെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അപ്പൊ അതിൽ ഞങ്ങളും അവയിൽ അഭയം തേടുന്നു. കാരണം അവരും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. അവരും ഇതേ സിറ്റുവേഷനിൽ തന്നെ കൂടെ തന്നെയാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതും മുമ്പത്തെ ശ്ലോകത്തിൽ ഇത് തന്നെയാണ് അവരും പറഞ്ഞത്. കാരണം ഭൗതിക പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളുടെ അതേ അവസ്ഥയാണ് അവർ. കാരണം അവരും തീർച്ചയായിട്ടും ഭൗതിക പ്രപഞ്ചത്തിലെ ജീവാത്മാക്കൾ തന്നെ. പക്ഷെ ദേ മേ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എ ക്ലാസ് ജയില്, ബി ക്ലാസ് ജയിൽ, സി ക്ലാസ് ജയിൽ എന്ന് പറഞ്ഞതുപോലെ അവരൊരു പക്ഷേ എ ക്ലാസ് ജയിലാണ് എന്നൊരു വ്യത്യാസം മാത്രമാണ്. യെസ്, ഗംഗാനാഥ് പ്രഭു പറഞ്ഞിട്ട് പ്രഭു. എനിക്കൊരു ക്ലാരിറ്റി വേണം. അതായത് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാജലത്തേക്കാൾ പ്രയാഗ്രാജിന്റെ ഗംഗാജലം പവിത്രമാണെന്ന് പറയുന്നത്. അത് ഭഗവത് ഭക്തരുടെ പാതാരബിന്ദങ്ങളിൽ അതിനുശേഷം ഭഗവത് ഭക്തരുടെ പാതാരം, അതായത് നിരവധി സ്ഥലങ്ങളില് പുണ്യക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഭക്തന്മാർ വരും, അവരെല്ലാം ഗംഗയിൽ പാദം നനയ്ക്കുന്നുണ്ട്. അവരുടെ എല്ലാം പുണ്യം ഗംഗ വഹിച്ചുകൊണ്ട് വരുന്നതാണോ പ്രയാഗരാജിലെ പരിശുദ്ധം എന്ന് പറയാൻ കാര്യം? ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമന്റ് കേൾക്കുന്നത്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. പക്ഷെ വേറൊരു കാര്യം എനിക്കറിയാം. ഗംഗാദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഭഗവാൻ ഗംഗാനദിക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ കഴുകി താഴെ വരുമ്പോൾ എല്ലാവരുടെയും പാപം നീ എടുക്കണം, അല്ലെങ്കിൽ പാപം നീ കഴുകിക്കളയണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഗംഗാദേവി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്, ഭഗവാനെ, ഈ പാപങ്ങളെല്ലാം പേറി ഞാൻ എന്ത് ചെയ്യും? ഈ പാപങ്ങളെല്ലാം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഭാരം എനിക്ക് ചുമക്കാൻ സാധിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നീ അതിന് വിഷമിക്കണ്ട. എന്റെ ശുദ്ധ ഭക്തന്മാര് വന്ന് കുളിക്കുമ്പോൾ അവര് നിന്നിൽ നിന്ന് ആ പാപം എടുത്തുകൊള്ളും.
എന്ന് ഗംഗാനദിയോട് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഗംഗോത്രിയിലെ ഗംഗയും അല്ലെങ്കിൽ പ്രയാഗ്രാജിലെ ഗംഗയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാൻ ക്ലാരിഫൈ അറിയില്ല. പക്ഷെ ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, ഭഗവാന്റെ ഭക്തന്മാര് നദിയിൽ ഗംഗയിൽ മുങ്ങുമ്പോൾ ആ ഭക്തന്മാര്, ഉത്തമ ഭക്തന്മാര്, തീർച്ചയായിട്ടും നമ്മളൊന്നും ഭക്തരായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഉത്തമ ഭക്തരായിട്ടുള്ളവർ വന്ന് ഗംഗയിൽ കുളിക്കുമ്പോൾ അവര് ഗംഗയിൽ നിന്ന് ആ പാപം എടുത്തുകൊള്ളും എന്നാണ് ഭഗവാൻ അവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. സോ ഐ ഡോണ്ട് നോ, ദിസ് ഇസ് മേ ബി ആരെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുമോ? ഹരേ കൃഷ്ണ. യെസ്, അശോക മാതാജി ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ബാക്കി അടുത്ത മറ്റേ ആരാണ് മാതാജി വായിച്ചിട്ട്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഭക്തി സേവനത്തിന്റെ രീതി വികാരപരമോ ഭൗതികമോ അല്ല. ജീവസത്തകളെ ഭൗതിക ലോകത്തിലെ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കുന്ന അതീന്ദ്രിയ സന്തോഷം നേടാനുള്ള യഥാർത്ഥ പാതയാണത്. സ്വന്തം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖം, മറ്റു ജീവികളിൽ നിന്നുണ്ടാക്കുന്ന ദുഃഖം എന്നിവയാണ് ത്രിവിധ ദുഃഖങ്ങൾ. ഭൗതിക അസ്തിത്വത്താൽ ബദ്ധരായിട്ടുള്ള എല്ലാവരും, അയാൾ ഒരു മനുഷ്യനോ മൃഗമോ ദേവനോ പക്ഷിയോ ആരായാലും മറ്റു ജീവികളാൽ ഏൽപ്പിക്കപ്പെടുന്ന ആദിദൈവിക പ്രകൃതി അതീത കുഴപ്പങ്ങളാൽ ഉണ്ടാവുന്ന വേദനകൾക്ക് വിധേയരായിരിക്കും. ഉപാധിബദ്ധമായ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നിന്ന് മറ്റൊന്നല്ല അയാളെ സംബന്ധിച്ച സന്തോഷം. പരമദിവ്യത്വപുരുഷായ ഭഗവാന്റെ ചരണാരബിന്ദങ്ങളെ അഭയം പ്രാപിക്കുക വഴി മാത്രമേ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മതിയായ ജ്ഞാനമില്ലാതെ ഒരുവന് ഭൗതിക ദുരിതങ്ങളുടെ മറുകര പറ്റാനാവില്ലെന്ന വാദം സംശയലേശമിനെ ശരിയാണ്. പക്ഷേ ഭഗവാന്റെ പാദപങ്കജങ്ങൾ അതീന്ദ്രിയ ജ്ഞാനത്താൽ പരിപൂർണമാകയാൽ അവയെ അഭയം പ്രാപിക്കുന്നവന്റെ ജ്ഞാനാവശ്യം അവിടെ നിറവേറ്റപ്പെടും. ഈ വിഷയം നമ്മൾ 1-ാം സ്കന്ധത്തിൽ 1-2-7 നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആരാണ് വായിക്കാൻ തുടങ്ങിയത്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചിട്ട്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ ഭക്തിയുത സേവനത്തിന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് അജ്ഞതയുടെ ഇരുട്ട് അകറ്റാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഭഗവാൻ വ്യക്തിപരമായി ഏറ്റെടുക്കും. അദ്ദേഹം ഭഗവത്ഗീത 10:10 ഇത് സ്ഥിരീകരിക്കുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ. പ്രായോഗികവാദികളുടെ താത്വിക അനുമാനങ്ങൾക്ക് ഒരുവന്റെ ഭൗതിക അസ്തിത്വത്തിലെ ത്രിവിധ ദുഃഖങ്ങൾക്ക് ശമനം നൽകാനാവില്ല. ഒരുവനെ ഭഗവാന്റെ ഭക്തനാക്കാതെ ജ്ഞാനിയാക്കാൻ ഉദ്യമിക്കുന്നത് വിലപ്പെട്ട സമയത്തിന്റെ ദുർവ്യായം മാത്രമാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും അത് വായിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മൾ കണ്ടു, ഈ ശ്ലോകത്തില് ട്രാൻസ്ലേഷൻ നമ്മൾ കാണുന്നത് എന്താണ്? ജ്ഞാനപൂർണമായ, അതായത് ആകയാൽ അവർ ജ്ഞാനപൂർണമായ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് ദേവന്മാരിവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ചില പ്രഭുപാദ് അതിന് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുകയാണ് ഭാവാർത്ഥത്തിൽ കൂടി. ഇപ്പം ഒരു പക്ഷേ അത് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അതൊരു ജ്ഞാനമാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെറ്റിദ്ധാരണ ഉളവാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ചില പ്രഭുപാദ് അതിനെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ്. ശ്രീമദ് ഭാഗവത്തിൽ 1-2-7 പറഞ്ഞിരിക്കുന്നത് വാസുദേവേ ഭഗവതി ഭക്തി യോഗ പ്രയോജിത ഇതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു മസ്റ്റ് അല്ല. ഭഗവത് ഭക്തി ലഭിക്കണമെങ്കിൽ അത് ജ്ഞാനം എന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ശിലപ്രഭുപാദ് കൺഫേം ചെയ്യുകയാണ്. നമുക്കറിയാം, ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനയോഗം അല്ലെങ്കിൽ ജ്ഞാനികൾ ജിജ്ഞാസുക്കളുണ്ട്, ജ്ഞാനികളുണ്ട്. അതും രണ്ട് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്ന 4 തരത്തിലുള്ള വ്യക്തികൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്ന ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃദിനോ അർജുന അർത്ഥോർ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശപ. അങ്ങനെ 4 പേര് വരുന്നുണ്ട്. പക്ഷെ ഇവർ 4 പേരെയും ഭഗവാൻ ഉത്തമ ഭക്തരായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ആ ശ്ലോകത്തിൽ മനസ്സിലാവുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള 2-ാമത്തെ ശ്ലോകത്തിൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം, അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, കൺഫേം ചെയ്യുന്നുണ്ട്, ഈ 4 പേരിൽ ബെറ്റർ ജ്ഞാനികളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഒരു കൺസിഡറേഷൻ ജ്ഞാനികൾക്കുണ്ട്.
പക്ഷേ ഭക്തിയുടെ യഥാർത്ഥ ഡെഫിനിഷനിൽ നോക്കിയാൽ അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം, ജ്ഞാന കർമ്മ ആദി അനാവൃതം എന്നുള്ളതാണ്. അപ്പൊ ജ്ഞാനവും കർമ്മവും എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിന് മുകളിലാണ് യഥാർത്ഥ ഭക്തി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഭാഗവത്തിൽ പറഞ്ഞ ഈ ഒരു ശ്ലോകം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് അജ്ഞതയുടെ ഇരുട്ട് അകറ്റാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം അല്ലെങ്കിൽ ഭഗവാൻ വ്യക്തിപരമായി ഏറ്റെടുക്കും. അത് ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്, അതിന് എക്സാമ്പിൾ ശിലപ്രഭുപാദ് ഭഗവത്ഗീതയിലെ ശ്ലോകവും പറയുന്നു, തേഷാം സതത യുക്താനാം ഭജതാം പ്രീതിപൂർവകം, ഭജതാം പ്രീതിപൂർവകം. നമ്മൾ ഭഗവത് പ്രീതിക്ക് വേണ്ടി നമ്മളത് ചെയ്യുമ്പോൾ ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ, ഭഗവാൻ നമുക്ക് അതിനുള്ള ബുദ്ധി ഭഗവാൻ നൽകുന്നു. അതുപോലെ തന്നെ ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്യ അഭദ്രാണി വിധിനോതി സുഹൃസതാം. നമ്മൾ ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ കാതുകളിൽ കൂടി ഭഗവാൻ ഉള്ളിൽ ചെന്ന് നമ്മുടെ ഹൃദയത്തിനെ ഭദ്രമാക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ എന്ന് പറയുന്നത് പ്രകാശമാണ്. ഭഗവാന്റെ ആ പ്രകാശം, ഭഗവാൻ ഉള്ള സ്ഥലത്ത് ഒരിക്കലും അജ്ഞതയ്ക്ക് വരാൻ സാധിക്കത്തില്ല. പ്രകാശമയമായ ഭഗവാന്റെ ആ രൂപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അന്ധകാരത്തിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം. സോ ഭഗവാൻ അതുകൊണ്ട് ഹൃദയത്തിൽ ഭഗവാൻ ശൃണ്വതാം സ്വകഥാ കൃഷ്ണ, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കാതുകളിൽ കൂടി പ്രവേശിക്കുമ്പോൾ, ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ അവിടെ അജ്ഞതയ്ക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ അന്ധകാരത്തിന് അവിടെ സ്ഥാനമില്ല. ഫുള്ളി ഇഫൾജന്റ് ആകുന്നു. അത് ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. ഭക്തി ചെയ്യുന്ന ഒരുവന്റെ ഹൃദയത്തിനെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിലെ അജ്ഞതയെ അകറ്റുക എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് ദേവന്മാർ ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രകാശത്തിനും അന്ധകാരത്തിനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കത്തില്ല, അത് അസാധ്യമാണ്, ഇംപോസിബിൾ എന്ന് പറഞ്ഞതുപോലെ ഭഗവാനും മായയ്ക്കും ഒരുമിച്ചിരിക്കാനും സാധിക്കത്തില്ല. ഭഗവാൻ പ്രകാശമയമാണ് എങ്കിൽ മായ അന്ധകാരമാണ്. സോ ഒരിക്കലും മായയ്ക്കും ഭഗവാനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഭഗവാൻ വരുമ്പോൾ, അതായത് അന്ധകാരം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്. അന്ധകാരം എന്ന് പറയുന്നത് ഈ അന്ധകാരത്തിനെ ഒരിക്കലും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അന്ധകാരത്തിനെ കൂടുതൽ അന്ധകാരമാക്കാൻ നമുക്ക് സാധിക്കില്ല. അന്ധകാരം എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. പക്ഷെ പ്രകാശമുണ്ട് എങ്കിൽ അവിടെ അന്ധകാരത്തിന് ഒരിക്കലും വരാൻ സാധിക്കുകയില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നോക്കുമ്പോൾ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ മായയ്ക്ക് സ്ഥാനമില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിലുള്ള ആ അന്ധകാരത്തിനെ മുഴുവൻ ഭഗവാൻ മാറ്റുന്നു. ഇപ്പൊ പറഞ്ഞ ഈ തേഷാം സതത യുക്താനാം ഭജതാം പ്രീതി പൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. അതുപോലെ തന്നെ തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന. സോ ഹി ലൈറ്റ് ദ ലാമ്പ്. ആ പ്രകാശം ഭഗവാൻ അകത്ത് കൊളുത്തുന്ന ആ ദീപം കൊണ്ട് അജ്ഞതയെ അകറ്റുകയാണ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകാൻ പറ്റുന്നത് എന്താണ്? സോ തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടെ അന്ധകാരം. അപ്പൊ ഇവിടെ ജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ ജ്ഞാന പ്രോസസ്, അല്ലെങ്കിൽ ജ്ഞാന പ്രോസസ്സിൽ കൂടി പോകണം. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും ബൈഹാർട്ട് ചെയ്തെങ്കിലേ നമുക്ക് ഭഗവത് ധാമിൽ ചെല്ലാൻ പറ്റുകയുള്ളൂ എന്നൊരു ഒരു കൺസെപ്റ്റേ ഇല്ല. ഇത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ഭഗവത്ഗീത കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടി വരുന്നത്. കാരണം നമ്മളില് അന്ധകാരം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആ അന്ധകാരത്തിനെ അകറ്റണമെങ്കിൽ ഈ ജ്ഞാന ദീപം കൊണ്ട് നമുക്കതിന് സാധിക്കും. സോ എന്നാൽ ഉത്തമ ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ശ്രീരംഗം എന്ന ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു സംഭവം, ഒരു ബ്രാഹ്മണൻ അവിടെ ഭഗവത്ഗീത തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അദ്ദേഹത്തെ നോക്കി മറ്റുള്ളവരെല്ലാം കളിയാക്കി. മഹാപ്രഭു ഒരു ദിവസം ചെന്ന് ചോദിച്ചു, എന്താണ് താങ്കളെ നോക്കി എല്ലാവരും കളിയാക്കുന്നത്?
ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കരയുകയാണ്, ഭഗവത്ഗീത കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് നീ താങ്കൾ കരയുന്നത് എന്തിനാണ് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഈ ഭഗവത്ഗീതയുടെ പുറത്തെ ആ പിക്ചർ കണ്ടിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ അർജുനന്റെ രഥത്തിന്റെ തേരാളിയാകാൻ തയ്യാറായ ഭഗവാനെ കുറിച്ചിട്ട് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല ഭഗവത്ഗീത. എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു ഭഗവത്ഗീത വായിക്കണമെന്ന്, എനിക്ക് വായിക്കാൻ അറിയില്ല, അക്ഷരാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മഹാപ്രഭു പറഞ്ഞ എന്താണ്, നീയാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത മനസ്സിലാക്കിയവൻ. നീ വായിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് അറിയേണ്ടത് എന്തോ അത് ഓൾറെഡി നീ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഭഗവത്ഗീത പഠിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് മഹാപ്രഭു ചോദിക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് യെസ് ആവശ്യമാണ്, ഇത് വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ അതൊരു മസ്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ദേവന്മാർ പറയുന്ന ആ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അതിനെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രീല പ്രഭാത് നമുക്ക് ഈ ഒരു പർപ്പോർട്ടിൽ കൂടി എക്സ്പ്ലനേഷൻ നമുക്ക് നൽകിയതാണ് ചെയ്തത്. ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, സൂം കിട്ടിയത് വളരെ നന്നായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, അപ്പൊ ഈ റെക്കോർഡഡ് ക്ലാസ് ഡെയിലി യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുമോ? ഞാൻ ശ്രമിക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ